ഹലോ, ട്രാവൽ ആൻഡ് ടേസ്റ്റി ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരിവിടെ പൊതിച്ചോറ് കെട്ടേണ്ട തിരക്കിലാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പൊതിച്ചോറ് കെട്ടലാണ് ഇവിടെ. തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും ക്യാബേജ് തോരനും മുട്ട ഓംലേറ്റും കടുമാങ്ങ അച്ചാറും മീൻ വറുത്ത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഓരോ പൊതിയിലും പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടന്മാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ഫോട്ടോ സെക്ഷൻ എടുത്ത് അങ്ങനെ നമ്മുടെ അടുത്ത ടീം വന്ന് അവരുമായിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. ചേട്ടാ, ഈ മനുഷ്യൻ എന്താണ് കാണിക്കണത്? വണ്ടി കയറി വഴിക്ക് സ്നാക്സ് ഐറ്റംസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങിട്ടോ. കുറച്ചങ്ങ് എത്തിയപ്പോഴാണ് ഇവർ പറയുന്നത് അവിടെ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. ഫ്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഇതാ കണ്ടോ. അങ്ങനെ നമ്മൾ അടുത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് മറച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കുറേ പേര് ചേസ് ചെയ്ത് പോയി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വലിയ ഫ്ലാഗൊക്കെ കണ്ടു. ദാ ആ കാണുന്നതുണ്ടോ, അതാണ് അക്ഷരതം കേട്ടോ. നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അത് കഴിഞ്ഞതേ കണ്ടോ, ഗുരുദ്വാര പോലെ. എന്താണ് സംഭവം നമുക്കറിയില്ല, ഗുരുദ്വാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കഴിഞ്ഞൊന്ന് നിർത്തിയപ്പോൾ മിക്ക നമ്മുടെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ലോട്ടസ് ടെമ്പിൾ. ഇതാ ക്യൂ കണ്ടോ. ക്യൂ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നമുക്കിവിടെ കയറണ്ട, നമുക്ക് നേരെ മാർക്കറ്റിലൂടെ വിടാമെന്ന്. അങ്ങനെ അവിടെ ഇറങ്ങിയില്ല, കാരണം കുറേ ടൈം എടുക്കും. ഉള്ളിലേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു. സങ്കടത്തോടെ ആണെങ്കിലും നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ പോയതാ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തരംഗമായി തുടങ്ങിയത് സരോജിനി മാർക്കറ്റിലേക്ക് എത്തിയേക്കാണ്. കയറി വരുന്ന വഴി തന്നെ കുറേ ആക്സസറീസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, അവിടെ നല്ല റേറ്റ് കുറവാണ്. അങ്ങനെ നമ്മൾ ആ കവാടം കണ്ടെത്തി. യൂട്യൂബിലൊക്കെ കാണുമ്പോൾ തന്നെ സരോജിനി മാർക്കറ്റ് നിങ്ങൾ കാണില്ലേ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഈ കീച്ചേനും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. തിരക്കെന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നെ, ഈ പോയിമണൽ വാരിയിട്ടാൽ കാണൂല എന്ന് പറയില്ല, അല്ലെ നിലപ്പാകില്ല പറയില്ല, അതുപോലത്തെ തിരക്കായിരുന്നു കേട്ടോ. പറയാൻ വിട്ടുപോയി, നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിച്ചിട്ടല്ലേ വന്നത്. സമയം ഇപ്പോൾ 1:30 മണിയായി. നമുക്ക് കഴിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചോളയൊക്കെ കുളിച്ചും ഷെയ്ക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പൊതിച്ചോറിൻ്റെ സങ്കടം മനസ്സിലുണ്ട്. വേറെ വഴിയില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇതങ്ങോട്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തിരക്കുണ്ടോ നിങ്ങൾ? അങ്ങനെ അത് കഴിച്ചിറങ്ങിയപ്പോഴാണ് നമുക്കൊരു മലയാളിനെ കിട്ടി. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങി. കൂടുതലും ഞാൻ കമ്മലുകളാണ് കേട്ടോ കയറിയപ്പോൾ തന്നെ കണ്ടത്. നിറയെ കമ്മലും വളയും കീച്ചനും സംഭവങ്ങളൊക്കെ ആയിരുന്നു. വില കുറവാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട പോലെയൊന്നും എനിക്കിവിടെ കിട്ടിയില്ല. പിന്നെ ഡോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനും നല്ല റേറ്റൊക്കെ തന്നെയായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടത് നല്ല റേറ്റ് കുറവിൽ നമുക്ക് സാധനം കിട്ടുമായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ വന്ന ടൈം വിൻ്റർ സീസണായിരുന്നു, അതിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുർത്തകൾക്കൊക്കെ എങ്ങനെ വില എന്നൊന്നും നമുക്കറിയില്ല, അവിടെ ഒന്നും കണ്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 5:30 കഴിഞ്ഞു കേട്ടോ. നല്ല തിരക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. 2-3 സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ചെടിയും വാങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു സ്പേസൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ഫുൾ പ്ലാനിങ് തെറ്റിപ്പോയായിരുന്നു. നോക്കിയ അക്ഷരം കണ്ടോ, എന്തൊരു രസമല്ലേ. അതിന് അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയ ടൈം തെറ്റിപ്പോയി, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും 7:30 ആയിരുന്നു. 6:30 വരെയാണ് അവിടെ എൻട്രി ഉള്ളൂ. അങ്ങനെ നമുക്ക് രാവിലെ ലോട്ടസ് ടെമ്പിളും കാണാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോൾ നമുക്ക് അക്ഷരത്വം കാണാൻ പറ്റില്ല. നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ഇനി പിന്നീട് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.